എല്ലാ പെരുന്നാളിന് മുമ്പും ഈ ദേവാലയത്തിന്റെ 3 കൊടി മരത്തിന്റെ ചുവട്ടിലും കൊടി ഉയർത്തുന്ന സമയത്ത് അനേക ആൾക്കാര് വെറ്റില കഷ്ണങ്ങൾ എറിയുന്നത് നാം എല്ലാവരും കാണാറുണ്ട്. ഓരോ വർഷം കഴിയും തോറും വെറ്റിലയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ചിലപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് വെറ്റില മഴയാണോ നമ്മുടെ ശരീരത്തേക്ക് ഒഴുകുന്നതെന്ന്. അതിന്റെ കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, പരിശുദ്ധനായ പരമല കൊച്ചു തിരുമേനി ഏറ്റവും അവസാനമായിട്ട് ഒരു കർമ്മം തന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നിർവഹിച്ചത് എന്റെ സ്വന്തം ഇടവകയായ എരുതോട് വീപുരം പള്ളിയിൽ വന്നാണ് അവസാനമായിട്ട് ഒരു വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. വിവാഹ ശുശ്രൂഷയുടെ ഇടയിൽ കയ്യിൽ നിന്ന് മണവാളനോ മണവാട്ടിക്കോ ഇടേണ്ട മോതിരം കയ്യിൽ നിന്ന് നിലത്തു പോകുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, അത് മണവാളന്റെയോ മണവാട്ടിക്കോ വരാനിരിക്കുന്ന ദോഷമല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തന്നെ ഒരു മുന്നോടിയാണ് എന്ന്. അവസാനമായി ആ വീയപുരം പള്ളിയിൽ നിന്ന് ശുശ്രൂഷ നടത്തിയിട്ട് തിരുമേനി ഈ പഴയ വീട്ടിൽ വന്ന് കിടക്കുകയാ. ഇതേ സമയം തിരുമേനിയുടെ ശരീരത്തിൽ വസൂരി രോഗം പിടിപെട്ടു. ഉടനെ വൈദ്യന്മാരൊക്കെ സഭാവിശ്വാസികളൊക്കെയും തിരുമേനിയെ ചികിത്സിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സമയത്ത് തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട്, തന്നവൻ ദൈവമാണെങ്കിൽ തന്നവൻ തന്നെ എടുത്തുകൊള്ളും. വസൂരി രോഗം